5 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന 5 അടിപൊളി വാഹനങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി കാറാണ് വാഗനാർ. വാഗനാർ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്, എല്ലാവർക്കും അറിയാം. യൂസ്ഡ് കാർ മാർക്കറ്റ് വളരെ ഡിമാൻഡുള്ള വാഹനം കൂടിയാണ്. പിന്നെ ഇതും കടന്ന് ഓടിക്കോളും, മാരുതി അല്ലേ, 1 ലാക്കോ 2 ലാക്ക് ഇതിനൊന്നും വലിയ പ്രശ്നമാവത്തില്ല. നമ്മൾ നേരത്തെ ഒരു CNG വണ്ടിയുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 34 കിലോമീറ്റർ മൈലേജ് ആണ് അവകാശപ്പെടുന്നത്, മാരുതി അവകാശപ്പെടുന്നത്. ആ വണ്ടി എന്തി പോയോ? ആ വണ്ടി പോയി, അതെല്ലാം പോയി. ഓക്കെ, അതിന് ശരിക്കും 34 ഉണ്ട് കേട്ടോ. അതായത് അതുപോലെ ഓടിച്ചാൽ ഒരു കമ്പനി അതിൻ്റെ മൈലേജ് പറയുമ്പോൾ മാക്സിമം മൈലേജ് ആയിരിക്കും അവർ പറയുന്നത്, അല്ലാതെ നോർമലി എല്ലാവർക്കും കിട്ടുന്ന മൈലേജ് അല്ല അവർ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. മാക്സിമം 34 വരെ അവർക്ക് അവരുടെ ടെസ്റ്റിങ്ങിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിന് അത്രയും മൈലേജ് കിട്ടുന്നത്. ഇത് ഒട്ടും മോശമല്ല, ഇത് പ്യുവർ പെട്രോൾ ആണ്. ഇതിന് ഒരു 18-20 റേഞ്ച് ഒക്കെ എന്തായാലും കിട്ടും. അപ്പം ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 87,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് പ്രൈസ്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,70,000. 3,70,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് 4 ഇതിന്റെ പ്രൈസ് ഇപ്പൊ കിടക്കുന്നത്. ശരിക്കും കമ്പനി പ്രൈസ് 4,01,000 ആണ്. പിന്നെ ഇപ്പൊ നമ്മുടെ ദീപാവലി പ്രമാണിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 3,70,000, 31,000 രൂപ ഇപ്പൊ ഓഫർ കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അതെ. ഓക്കെ, നമുക്ക് ഇനിയും അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഓക്കെ, ഇനിയും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാച്ച് ബാക്കിലേക്ക് പോകാം. ടിയാഗോ ആണ്. ടിയാഗോ ഇതിൻ്റെ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഈ വണ്ടി? ഇത് 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. 2018 മോഡലാണ്. ഓക്കെ, ഫസ്റ്റ് ഓണർ വണ്ടി. ഓക്കെ, 3,89,000 രൂപ. 3,89,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ടാറ്റയുടെ ഒരു സ്ട്രോങ് ഹാച്ച് ബാക്ക് സ്വന്തമാക്കാം. ടയേഴ്സ് എല്ലാം പുതിയതാണ്, എല്ലാം 100% ആണ്. പിന്നെ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കും എവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ട്, ഇൻറ്റീരിയറിൽ എവിടെയൊക്കെ ക്രാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എക്സ്ട്രാ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അത് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ്, നല്ല കണ്ടീഷനാണ് വണ്ടി. ഓക്കെ, ഇനി അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഉറപ്പായിട്ടും. പിന്നെ ഇത് 5,20,000 ഒരു 20,000 രൂപ എക്സ്ട്രാ ആയിട്ടുണ്ട്. 5,20,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ i20 സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇത് ഏത് ഇയറാണ് ബ്രോ? ഇത് 2017. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഈ വണ്ടി 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, പെട്രോൾ വണ്ടി, എലൈറ്റ് i20. വേറെ മേജർ ആക്സിഡന്റും പിന്നെ ഫ്ലഡ് എഫക്റ്റഡ് വണ്ടിയൊന്നും അല്ല. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റിൽ കാണും. സ്ക്രാച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഫോണിൽ വെബ്സൈറ്റിൽ നോക്കി അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലാണെങ്കിലും അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഇനി അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഇതും i20യുടെ സെയിം പ്രൈസ് തന്നെയുള്ള ബലേനോ ആണ്. 2016 മോഡൽ. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 1,23,000. 1.5 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മാരുതിയുടെ വാഹനങ്ങൾ അത്യാവശ്യം നല്ലോണം ഓടും. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും. ബലേനോ നമ്മുടെ സ്വിഫ്റ്റിന്റെ പോലെ തന്നെ ആ ഒരു പവർഫുൾ നല്ല കംഫർട്ടാണ് വണ്ടിയിൽ പോകാനാണ്. നല്ല വണ്ടിയാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കാർ ഏതാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പേരായിരിക്കും കാണുന്നത്. ഏറ്റവും ടോപ്പിൽ സെല്ലിംഗ് ഉള്ള വണ്ടിയാണ് ബലേനോ എന്ന് പറയുന്നത്. പിന്നീട് ഇതിനും 1 ഇയർ വാറണ്ടി, എല്ലാ വണ്ടിക്കും 1 ഇയർ വാറണ്ടി എല്ലാം കൊടുക്കും. ഈ വണ്ടിക്ക് നമ്മളിവിടെ എല്ലാ വണ്ടികൾക്കും 1 ഇയർ വാറണ്ടി. പിന്നെ അതുപോലെ 7 days പരിപാടി ഇതിനുണ്ടോ? എല്ലാത്തിനും ഉണ്ട്. ഈ വണ്ടിക്കും ഉണ്ട് 7 days റിട്ടേൺ പോളിസി, അല്ലെങ്കിൽ 500 കിലോമീറ്റർ. ഏതാണ് ആദ്യം മീറ്റ് ചെയ്യണത്, അങ്ങനെ നമ്മൾ റിട്ടേൺ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടാ കൊടുക്കുക. ഇവൻ ഒരു ചെറിയ കാര്യമാണ്, ഇപ്പം പെയിന്റ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഓടിച്ചിട്ട് ഒരു സുഖം തോന്നണില്ല, അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വണ്ടി ഇവിടുന്ന് ചൂസ് ചെയ്യാം അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വണ്ടിയിലോട്ട്. ഇനി അടുത്തൊരു കോമ്പാക്ട് SUV എന്ന് പറയുന്ന വണ്ടിയാണ് മഹേന്ദ്രയുടെ KUV 100 ആണ്. അപ്പം ഇതും എത്ര കിലോമീറ്റർ ആയ വണ്ടി? ഇത് 2018 വണ്ടിയാണ്. 2018 വണ്ടി. ഓക്കെ, ഇത് 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി, പെട്രോള്. ഇത് KUV 100 NXT എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഫാൽക്കൺ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 5,28,000. 5 ലക്ഷത്തിൽ പൊടിക്ക് കയറി നിൽക്കുകയാണ്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഈ ദീപാവലി ഓഫേഴ്സ് ഒക്കെ വരുന്ന പോലെ ഓരോ ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 5 lakhs തന്നെ കിട്ടാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ദീപാവലി പ്രമാണിച്ച് നമുക്ക് ഓഫറും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ സൈറ്റിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് പ്രൈസ് അറിയാം. ഇതിനില്ല ഓഫർ? ഇതിനും ഉണ്ട്. ഇതിനിപ്പം 70,000 ഡിസ്കൗണ്ടാണ് കിടക്കുന്നത് ഇപ്പം. അത് കഴിഞ്ഞിട്ടാണ് ഈ 5. അതെ. 5,98,000 രൂപയാണ് ശരിക്കും പ്രൈസ്. അതിൽ നിന്ന് 70,000 കുറച്ചിട്ടാണ് 5,28 പറഞ്ഞത്. അപ്പോൾ അതായത് 2018 മോഡലാണ്. അധികം പഴക്കം പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് കമ്പനി വാറണ്ടി കഴിഞ്ഞ വണ്ടികൾക്ക് വരെ നമ്മൾ കാസ് 24ന്റെ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നു. അപ്പോൾ എന്ത് ഇഷ്യൂ ആയിട്ട് വന്നാലും
അവിടെ വന്നാൽ അതെ, അതായത് ഇപ്പം ആദ്യത്തെ 6 മാസം കോംപ്രഹെൻസീവ് വാറന്റി ആയിരിക്കും. അതായത് ഇപ്പം എഞ്ചിൻ, സ്റ്റിയറിംഗ്, ഗിയർ ബോക്സ്, ഇലക്ട്രിക് പാർട്സ് ഒക്കെ 6 മാസത്തിൽ പെടും. പിന്നെ ഈ നമ്മുടെ ഈ എന്താ പറയാ റേഡിയോ, പിന്നെ അതുപോലെ തന്നെ വിൻഡോസിന്റെ സ്വിച്ചസ് ഇല്ലേ താഴ്ത്തുന്നതും പൊക്കുന്നതും, അപ്പം അതിന്റെയൊക്കെ ഇലക്ട്രോണിക് പാർട്സിന് മാത്രം ബാക്കി 6 മാസം വരുന്നത്. അങ്ങനെ വരുന്നത്. അങ്ങനെയാണ് ഒരു വർഷം വരുന്നത്. അതെ, അങ്ങനെ ഒരു വർഷം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ? അതെ. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾ RSA നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എവിടുന്ന് ഏത് വണ്ടി എടുത്താലും ഇപ്പൊ ഏത് വണ്ടി എടുത്താലും നമുക്കൊരു RSAക്ക് ഒരു ചാർജ് ഉണ്ട്. അതായത് 1500 ചാർജ് വരുന്നത്, 1500. അത് 3 വർഷത്തേക്കാണ്. അപ്പം അത് എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ചാൽ ഇപ്പം വണ്ടിയും കൊണ്ട് നിങ്ങൾ ലോങ് ട്രിപ്പ് പോയി, ഇപ്പം വഴിയിൽ എവിടെയെങ്കിലും വെച്ച് വണ്ടി ഒന്ന് നിന്ന് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കിടക്കുവാണെങ്കിൽ നമ്മളെ റീച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആള് എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ടീം അവിടെ എത്തും. എന്താവശ്യത്തിനാണെങ്കിലും നമ്മൾ. അപ്പൊ അത് ഇപ്പം കൊച്ചിയിലല്ല, പുറത്ത് കൊച്ചിയിലല്ല, ഓൾ ഓവർ ഇന്ത്യ എവിടെയാണെങ്കിലും നമ്മുടെ ടീം ഈ ഇന്ത്യ ഫുൾ ഉണ്ട്. പലരുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്? അതെ, യെസ്. നമ്മുടെ കാസ്24 ഷോറൂം കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, മിക്ക സ്റ്റേറ്റ്സിലും നമുക്ക് ഷോറൂം ഉണ്ട്. ഓക്കെ, ഷോറൂം ഉണ്ട്. അതില്ലാത്ത ഷോറൂം ഇല്ലാത്ത സ്ഥലമാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ 5 വണ്ടി ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു സ്പെഷ്യൽ വണ്ടി ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ പേർക്ക് വേണ്ടിയ ഒരു വണ്ടിയാണ്. അതെ, അങ്ങോട്ട് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ വണ്ടി. ഫോക്സ് വാഗൻ്റെ പോളോ GT TSI ആണ്. GT TSIക്കായിട്ട് ആളുകൾ കുറേ തിരക്കുന്നുണ്ട്. കാരണം പോളോ നിർത്തിയ പിന്നെയാണ് ഇതിൻ്റെ ഡിമാൻഡ് ഒന്നുകൂടെ കൂടിയത്. GTക്കൊക്കെ നല്ല പിടിച്ചുപറിയാണ് ആളുകൾക്ക്. എല്ലാവർക്കും സാധാ പോളോ അല്ല വേണ്ട, GT TSI തന്നെയാണ് എല്ലാവരും തിരക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറയുന്നത് ഏത് ഇയർ ആണ്? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ 2015 പോളോ ആണ്. പോളോ GT TSI ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. ഇത് 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്, പെട്രോള്. അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് 6,32,000 ആണ് നമ്മുടെ കമ്പനി പ്രൈസ്. ഇപ്പോൾ ദീപാവലി പ്രമാണിച്ച് നമ്മൾ 40,000 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 5,92,000 രൂപയ്ക്കാണ് ഇപ്പോൾ ഇതിന്റെ പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ 6 ലക്ഷം രൂപയിൽ താഴെ ഒരു പോളോ GT TSI നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതെ, മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ സർവീസ് ഹിസ്റ്ററി നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഉണ്ട്? നമുക്ക് തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ സർവീസ് ഹിസ്റ്ററി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോക്സ് വാഗൻ തന്ന സർവീസ് ഹിസ്റ്ററി, ഇതിന്റെ എൻറ്റയർ സർവീസ് ഹിസ്റ്ററി. പിന്നെ ഇപ്പൊ അതല്ല, നമ്മുടെ കാസ്24ന്റെ സർവീസ് ഹിസ്റ്ററി നമുക്ക് കിട്ടും. അതിപ്പം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ യാർഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അതും PDF ആയിട്ട് തരും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഒന്ന് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ GT TSI ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആർക്കാണെങ്കിലും. അതെ, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്. അതെ അതെ, ഓട്ടോമാറ്റിക് കൂടാണ്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഒക്കെ വരുന്ന വണ്ടിയാണ്. കിടിലൻ വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹാച്ച് ബാക്സും കോമ്പാക്ട് SUVസും കാണിക്കുമ്പോൾ ഒരു സെഡാനും 5 ലക്ഷം രൂപ താഴെ കാണിക്കണ്ടേ. അതുകൊണ്ട് ഒരു വണ്ടിയുടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. വെർണ ഫ്ലൂയിഡിക് ആണ്, 2013 മോഡൽ. യെസ്, എത്ര കിലോമീറ്റർ ആയി? 2013 മോഡലാണ്. ഇത് 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 42,000 കിലോമീറ്റർ ഓടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, പെട്രോള്. ഇത് 2013 ഹ്യുണ്ടായി വരുന്ന ഫ്ലൂയിഡിക് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫ്ലൂയിഡിക് 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന VT SX ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് സെഡാനാണ്. നിങ്ങൾക്ക് വെറും 4,59,000 രൂപയാണ്. 4.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സെഡാൻ, അതും വെർണ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ശരിക്കും 5 ലക്ഷമാണ് പ്രൈസ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പ്രൈസ് കിടക്കുന്നത്, ദീപാവലി പ്രമാണിച്ച്. അപ്പം നല്ലൊരു ഓഫറാണ്. എന്തുകൊണ്ടും അതും വെർണ സെഗ്മെന്റിൽ നല്ലൊരു ഓഫറാണ്. വേറെ വെർണാസും കിടപ്പുണ്ട്. വേറെ ഇത് മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല നീറ്റ് വണ്ടിയാണിത്, നല്ലൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് യാർഡ് വിസിറ്റ് ചെയ്താൽ വേറെ വെർണകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇവിടെ വെർണകൾ വേറെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിനൊക്കെ പ്രൈസ് അതനുസരിച്ച് കൂടും. അപ്പം നമ്മുടെ കാസ്24ന്റെ ആപ്പ് അല്ലെങ്കിൽ സൈഡിൽ ചെക്ക് ചെയ്താൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണും. നമ്മളിപ്പോൾ 5 lakhs ബഡ്ജറ്റ് പറഞ്ഞതുകൊണ്ടാണ് അതിലുള്ള വണ്ടികൾ മാത്രം കാണിച്ചത്. ഓക്കെ, അങ്ങനെ ധാരാളം വണ്ടി കിടപ്പുണ്ട്. നമ്മൾ 5 വണ്ടി എന്ന് പറഞ്ഞിട്ട് 6 വണ്ടി കാണിച്ചു. പക്ഷേ 6 അല്ല, 60 അല്ല, 100, 150, 200 വണ്ടികൾ കിടപ്പുണ്ട്. നമ്മൾ ഒരു ബലേന കാണിച്ചെങ്കിൽ ഒരു 6-7 ബലേനോ അപ്പുറത്തുണ്ടായിരുന്നു. വാഗനാർ കാണിച്ചെങ്കിൽ ഒരു 5-8 വേറെ ഉണ്ടായിരുന്നു. അതുപോലെ പോളോ 3 കിടക്കുന്നു, അപ്പുറത്ത് വേറെയും കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന്, നിങ്ങൾ യൂസ്ഡ് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവർ തരുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല റിട്ടേൺ ചെയ്യാം, എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ. അതുപോലെ ആകെയുള്ളതെന്ന് വെച്ചാൽ വണ്ടി എടുത്ത പോലെ തന്നെ 7 ദിവസത്തിനുള്ളിൽ തിരിച്ച് കൊണ്ടുവരും. അതേപോലെ തന്നെ ഇരിക്കണം. 500 കിലോമീറ്റർ മുകളിൽ ഓടാൻ പാടില്ല എന്നുള്ള കുറച്ച് കാര്യമേ ഉള്ളൂ. അല്ല, ശരിക്കും ഒരു ജെനുവിൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു യൂസ്ഡ് കാർ ഡീലേഴ്സും ഇതുപോലെ 1 year വാറന്റി 7 days റിട്ടേൺ പോളിസി കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളാണ് അഡ്വാൻറ്റേജ്.
നിങ്ങൾക്ക് ധൈര്യമായിട്ടൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 5 വണ്ടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കി വണ്ടികൾക്ക് ഇവരുടെ Cars24 എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഉള്ള വണ്ടികളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 10,000 റുപ്പീസ് ടോക്കൺ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി പിന്നെ വേറെ ആരും നോക്കില്ല. നിങ്ങൾ വന്ന് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ എന്തായാലും ടോക്കൺ ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം ഇനിയിപ്പം ഇവിടെ ഇപ്പം ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവസാനം വണ്ടി വേറെ ഏതെങ്കിലും കസ്റ്റമർ ടോക്കൺ ചെയ്യുകയോ അവർ ബുക്ക് ചെയ്യുകയോ ചെയ്താൽ പിന്നെ അവർ വന്നത് വേസ്റ്റ് ആയി പോകുമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ടോക്കൺ ചെയ്താൽ ഇനിയിപ്പോൾ വണ്ടി വേണ്ട എങ്കിൽ ഈ 10,000 റുപ്പീസ് നമ്മൾ ഫുള്ള് റീഫണ്ട് ചെയ്യും. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. താങ്ക് യു രോഹിത് ബ്രോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.